അതിവേഗ വാർത്തകൾ തുടരുന്നു. നമസ്കാരം. ആശാവർക്കർമാരുടെ രാപ്പകൽ സമരം 44-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരകേന്ദ്രത്തിൽ നടക്കുന്ന നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്കും കടന്നു. അതേസമയം സമരത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് സംഘടനാ നേതാക്കൾ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകും. ആശാവർക്കർമാരുടെ വേതന വർധനവിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരിനെതിരെ സമരത്തിനിറങ്ങിയാൽ ഒപ്പമുണ്ടാകുമെന്നും MLA കെ ശൈലജ ടീച്ചർ എറണാകുളം വടക്കേക്കരയിൽ നടന്ന കെ യുദാസിന്റെ 75ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു. അണക്കെട്ടുകൾക്കും ബഫർ സോൺ ഏർപ്പെടുത്തിയ വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷം. മോൻസ് ജോസഫ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഉത്തരവ് പിൻവലിക്കുമെന്ന് ജലവിഭവ മന്ത്രി സഭയിൽ പറഞ്ഞു. മന്ത്രിയുടെ നിലപാട് സ്വാഗതം ചെയ്ത പ്രതിപക്ഷം. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട കോടതി വിധി സന്തോഷം നൽകുന്ന കാര്യമെന്ന് മന്ത്രി കെ രാജൻ. 27-ന് വൈകുന്നേരം 4 മണിക്ക് ടൗൺഷിപ്പിന് മുഖ്യമന്ത്രി തറക്കല്ലിടും. സ്ഥലമേറ്റെടുക്കലിലെ സർക്കാർ ഉത്തരവ് കോടതി അംഗീകരിച്ചുവെന്നും നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസ്ഥലങ്ങളിലെ പ്രചാരണങ്ങൾക്കും ബോർഡുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവ് മറികടക്കാൻ സർക്കാർ ചട്ട നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. നിയമവിരുദ്ധമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പ്രചാരണം നടത്താമെന്നാകും നിയമ ഭേദഗതി. ഇതിനായി ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി MB രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ജിഡയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച സ്റ്റാളുകൾ പൊളിച്ചു നീക്കി. എളംകുന്നപ്പുഴ പഞ്ചായത്ത്, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിൽ പോലീസ് സഹായത്തോടെയാണ് സ്റ്റാളുകൾ പൊളിച്ചു നീക്കിയത്. ബദൽ മാർഗം ഒരുക്കാതെ സ്റ്റാളുകൾ പൊളിച്ചു നീക്കിയതിനെതിരെ പ്രതിഷേധവുമായി മത്സ്യക്കച്ചവടക്കാർ രംഗത്തെത്തി. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൽ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് MLA അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ വേദി ഒരുക്കിയ മൃദംഗ വിഷന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് പോലീസ്. GCDAക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം പൂർത്തിയായി. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയെന്ന ബന്ധുക്കൾ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേന്ദ്ര ഉദ്യോഗസ്ഥരായതിനാൽ മരണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയ്ക്കെതിരെ അന്വേഷണ സംഘം ഇന്ന് ആലത്തൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കും. ചെന്താമര ഏക പ്രതിയായ കേസിൽ പോലീസുകാർ ഉൾപ്പെടെ 133 സാക്ഷികളാണുള്ളത്. 30-ലധികം രേഖകളും ഫോറൻസിക് പരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകളും കുറ്റപത്രത്തിലുണ്ട്. കാസർകോട് പൈവളികയിൽ 15-കാരിയെയും യുവാവിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം അനിശ്ചിതത്വത്തിൽ. ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വൈകുന്നതാണ് വെല്ലുവിളി ഉയർത്തുന്നത്. മരണകാരണം കണ്ടെത്തണമെന്ന് കോടതി അന്വേഷണ സംഘത്തോട് നിർദ്ദേശിച്ചിരുന്നു. ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കണ്ടെത്തി. കേസിലെ നിർണായക തെളിവുകളിൽ ഒന്നാണ് ഈ വാഹനം. മുഖ്യപ്രതി ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് വാൻ. കൊലപാതകത്തിന് ശേഷം വാഹനം കഴുകി തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചു. ആഫ്രിക്കൻ രാജ്യമായ ടോഗോയിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ ചരക്കു കപ്പലിൽ കാസർകോട് സ്വദേശിയും ബേഗൽ, അമ്പങ്ങാട്, കോട്ടപ്പാറയിലെ രജീന്ദ്രൻ ഭാർഗവൻ ഉൾപ്പെടെയുള്ള സംഘത്തെയാണ് റാഞ്ചിയത്. കഴിഞ്ഞ 17-ന് ലോമി തുറമുഖത്ത് നിന്ന് കാമറൂണിലേക്ക് പോകുന്നതിനിടെയാണ് മലയാളികൾ ഉൾപ്പെടെ 18 ജീവനക്കാരുള്ള കപ്പൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയത്. ഡൽഹി ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മയുടെ വസതിയിലുണ്ടായ തീപിടുത്തത്തിൽ നോട്ട് കെട്ടുകൾ കണ്ടെത്തിയതിൽ സുപ്രീം കോടതി ആഭ്യന്തര സമിതിയുടെ അന്വേഷണം തുടരുന്നു. തീപിടുത്ത സമയത്ത് ജഡ്ജിയുടെ വീട്ടിലുണ്ടായിരുന്ന 5 പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോണുകൾ പരിശോധിക്കും. പരിശോധനയ്ക്കായി ഇവർ ഫോണുകൾ കൈമാറി. യാക്കോബായ സഭയുടെ അധ്യക്ഷനായ ജോസഫ് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത ഇന്ന് ചുമതലയേൽക്കും. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7:30-നാണ് ശുശ്രൂഷകൾക്ക് തുടക്കമാവുക. രാത്രി 8:30-നാണ് സ്ഥാനാരോഹണ ചടങ്ങ്. ആഗമന സുറിയാനി സഭയുടെ തലവനായ പാത്രിയാർക്കീസ് ബാവ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും.
യമനിലെ വിമത വിഭാഗമായ ഹൂതികൾക്കെതിരെയുള്ള യുഎസിന്റെ സൈനിക നടപടികൾ ചർച്ച ചെയ്യുന്ന ചാറ്റ് ഗ്രൂപ്പിൽ ഒരു മാധ്യമ പ്രവർത്തകനെ അബദ്ധത്തിൽ ചേർത്തതായി വൈറ്റ് ഹൌസിന്റെ സ്ഥിരീകരണം. ദ അറ്റ്ലാന്റിക് മാഗസിന്റെ എഡിറ്റർ ചീഫ് ജെഫ്രി ഗോൾഡ് ബാർഗിനാണ് മെസ്സേജിംഗ് ആപ്പായ സിഗ്നലിലെ ഗ്രൂപ്പിലേക്ക് ക്ഷണം കിട്ടിയത്. ഇടുക്കി ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം. ആക്രമണകാരിയായ ചക്കക്കൊമ്പൻ ഒരു വീട് കൂടി തകർത്തു. ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന 301 വീടാണ് ഇന്നലെ രാത്രിയിൽ ചക്കക്കൊമ്പൻ ഇടിച്ചു തകർത്തത്. 301 നിവാസി ഗന്ധകന്റെ വീടാണ് തകർത്തത്. വീടിന്റെ മുൻഭാഗവും ജനലും തകർത്തു. തൃശൂർ വെള്ളിക്കുളങ്ങരയിൽ ജനകീയം ഡി ഹണ്ടിന്റെ ഭാഗമായുള്ള പരിശോധനയിൽ കഞ്ചാവ് മിഠായിയുമായി 2 പേർ അറസ്റ്റിൽ. കോടാലി സ്വദേശികളായ സീതി, അർഷാദ് എന്നിവരാണ് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട 9 പാക്കറ്റ് കഞ്ചാവ് മിഠായിയുമായി വെള്ളിക്കുളങ്ങര പോലീസിന്റെ പിടിയിലായത്. തിരുവനന്തപുരം ചിറയൻകീഴിൽ നിന്ന് 127 ഗ്രാം MDMA പിടികൂടിയ കേസിലെ പ്രധാന പ്രതി ബംഗളൂരുവിൽ നിന്നും പിടിയിൽ. പത്തനംതിട്ട കരിമ്പനക്കുഴി സ്വദേശി അലൻ ഫിലിപ്പാണ് പോലീസിന്റെ പിടിയിലായത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത്. കോട്ടയം പനമ്പാലത്ത് ലോൺ അടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് രോഗിയായ ഗൃഹനാഥന് മർദ്ദനം. പനമ്പാലം സ്വദേശി സുരേഷിനെയാണ് പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരൻ ആക്രമിച്ചത്. വെൽസ്റ്റാർ എന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് പ്രതി. ഗൃഹനാഥന്റെ പരാതിയിൽ പ്രതിയായ പന്നിമറ്റം സ്വദേശി ജാക്സനെ ഗാന്ധിനഗർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തൃശൂർ വടക്കാഞ്ചേരി കല്ലമ്പാറയിൽ ഒരാൾക്ക് വെട്ടേറ്റു. കുടിവെള്ള പദ്ധതിക്കായി കുഴൽ കിണർ കുഴിക്കുന്നതിനിടെയുണ്ടായ തർക്കത്തിനിടെയായിരുന്നു സംഭവം. കുടിവെള്ള സമിതി സെക്രട്ടറി മോഹനനാണ് വെട്ടേറ്റത്. സമീപവാസിയായ ഏലിയാസാണ് മോഹനനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ വീരരാഘവം സ്മൃതി മണ്ഡപം സാമൂഹ്യ വിരുദ്ധർ തകർത്തെന്ന് പരാതി. അത്താഴമംഗലത്ത് നഗരസഭ 13.5 ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീരരാഘവം മണ്ഡപമാണ് തകർത്തത്. മണ്ഡപത്തിലെ ചരിത്ര ഫലകവും തൂണുകളും ദാഹജല പന്തലും അക്രമി തകർത്തു. കൊല്ലം കണ്ണനല്ലൂരിൽ യുവാവിനെ കമ്പിവടി കൊണ്ട് അടിച്ചു ഗുരുതരമായി പരിക്കേൽപ്പിച്ച കേസിൽ 2 പേർ അറസ്റ്റിൽ. നെടുമ്പന സ്വദേശി നവനീത്, കൊട്ടാരക്കര സ്വദേശി അഭിജിത്ത് എന്നിവരെയാണ് കണ്ണനല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ വർഷം പള്ളിമൺ സ്വദേശി അതുലിനെ മുൻവൈരാഗ്യത്തെ തുടർന്ന് പ്രതികൾ മർദ്ദിക്കുകയായിരുന്നു. ആലപ്പുഴ മാന്നാറിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത യുവാവ് പിടിയിലായി. മാന്നാർ സ്വദേശി ഹനീഫിനെയാണ് മാന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവനന്തപുരം പൊന്മുടിയിൽ മധ്യവയസ്കയെ പീഡിപ്പിച്ചു. പ്രതി കുളഞ്ഞുപുഴ സ്വദേശി രാജൻ പൊന്മുടി പോലീസിന്റെ പിടിയിലായി. മധ്യവയസ്കയുടെ ലയത്തിൽ അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചു എന്നാണ് പരാതി. തൃശൂർ ആളൂരിൽ കൊടുവാൾ കൊണ്ടാക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ആളൂർ സ്വദേശി ജിൻഡോ ജോണിയെയാണ് ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ കേസിലെ പ്രതികളായ 3 പേരെ നേരത്തെ തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ആളൂർ സ്വദേശി അമീഷിന്റെ വീട്ടിലേക്ക് 4 പേർ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച അമീഷിനെ വിട്ടുകയായിരുന്നു. കൊല്ലം ആര്യങ്കാവിൽ ചന്ദനമരം മുറിച്ചു കടത്തി. കേസിൽ 3 പേർ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ മണികണ്ഠൻ, അജിത് കുമാർ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട് പുളിയറയിൽ നിന്നാണ് പ്രതികളെ പിടികൂടിയത്. കൊല്ലം ചടയമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 4ഓളം വധശ്രമ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. ഇളമാട് സ്വദേശി റോയി ഫിലിപ്പിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം ജില്ലാ കളക്ടറുടെ ഉത്തരവ് പ്രകാരം പ്രതിയെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാസർകോട് ബെലിഞ്ചയിൽ കോഴിയംഗം നടത്തിയ 3 പേർ അറസ്റ്റിൽ. ബെലിഞ്ച സ്വദേശികളായ കിഷോർ, രഘുനാഥ് ഷെട്ടി, പ്രശാന്ത് ഷെട്ടി എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്നും 2 അങ്കക്കോഴികളെയും പിടികൂടി. തിരുവനന്തപുരം പൂവൻപാറയിൽ പശ്ചിമ ബംഗാൾ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം. പശ്ചിമ ബംഗാൾ സ്വദേശി ഹുസൈനെയാണ് തിരുവനന്തപുരം ജില്ലാ കോടതി ജീവപര്യന്ത തടവിനും 2 ലക്ഷം രൂപ പിഴയും ശിക്ഷിച്ചത്. ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കോടതി പരിഗണിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ തട്ടുകട കത്തി നശിച്ച നിലയിൽ. വലിയ വിള സ്വദേശി വിജയന്റെ കടയാണ് കത്തിയത്. 2ാം ദിവസമാണ് സമാനമായി കട കത്തുന്നത് എന്ന് ഉടമ പറയുന്നു. ഇന്നലെ കത്തിയ കടയിൽ പുതിയ ഷീറ്റ് വാങ്ങി പുതുക്കിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് 2ാമതും കട കത്തിയത്.
ആലപ്പുഴ വിയപുരത്ത് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ലോറി കത്തിനശിച്ചു. തമിഴ്നാട് സേലത്ത് നിന്നും കൊയ്ത്തുമിതി യന്ത്രം കയറ്റിക്കൊണ്ടുവന്ന ലോറിയാണ് കത്തിനശിച്ചത്. നിർത്തിയിട്ട ലോറിയായതിനാൽ ആളപായമില്ല. കോഴിക്കോട് അമ്പായത്തോട് KSRTC സ്വിഫ്റ്റ് ബസ് പാഞ്ഞുകയറി 3 പേർക്ക് പരിക്ക്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു അപകടം. ഇവിടെ റോഡിലേക്ക് ഒടിഞ്ഞു വീണ മാവിന്റെ കൊമ്പിൽ നിന്ന് മാങ്ങ ശേഖരിക്കുകയായിരുന്നവർക്കിടയിലേക്കാണ് ബസ് പാഞ്ഞുകയറിയത്. തിരുവനന്തപുരം വർക്കലയിൽ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. നടയറ സ്വദേശി ഷിബുവാണ് മരിച്ചത്. ഈ മാസം 4-ാം തീയതിയായിരുന്നു ഷിബുവും കുടുംബവും സഞ്ചരിച്ച സ്കൂട്ടറിൽ കാറിടിച്ചത്. കാർ ഡ്രൈവർ മദ്യലഹരിയിലായി. മലപ്പുറം വളാഞ്ചേരി താജ് നഗറിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്ക്. തൃശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. സംഭവത്തിൽ വളാഞ്ചേരി പോലീസ് നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ചുമട്ടുതൊഴിലാളി മരിച്ചു. ഒന്നമ്പിത്താഴെ സ്വദേശി ശ്രീധരൻ നായരാണ് മരിച്ചത്. 5 മരംകാലയ്ക്ക് സമീപം എതിരെ വന്ന ബൈക്കിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ ശ്രീധരൻ നായരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ബസ്സിൽ കൂട്ടിയിടിച്ചു. ബസ് യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നുവെങ്കിലും യാത്രക്കാർക്ക് പരിക്കേറ്റില്ല. ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപമായിരുന്നു അപകടം. മലപ്പുറം ഇടിവണ്ണയിൽ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരിക്കെ 40 അടിയോളം താഴ്ചയുള്ള കിണറ്റിലേക്ക് 47കാരൻ വീണു. പുളിക്കൽ കുന്നേൽ ഇമാനുവലാണ് അപകടത്തിൽപ്പെട്ടത്. നിസ്സാരമായ പരിക്കുകളോടെ രക്ഷപ്പെടുത്തിയ ഇമാനുവലിനെ നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ കൊല്ലങ്കോടിൽ ലഹരിക്കെതിരെ ആനന്ദ ദർശന പ്രചാരണ പദ്ധതിയുമായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാൻ ശിവയോഗി ദർശന സംസ്ഥാനതല കൂട്ടായ്മയിൽ തീരുമാനിച്ചു. കൂട്ടായ്മ റിട്ടയർഡ് പ്രൊഫസർ VN സുജയ ഉദ്ഘാടനം ചെയ്തു. വയനാട് ചീരാലിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി. ചീരാൽ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മത്സരം ഗാന്ധി ദർശൻ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ആന്റണി ചീരാൽ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് കത്തീഡ്രൽ ഇടവകയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും റാലിയും സംഘടിപ്പിച്ചു. വലപ്പാട് SI ജിംബൽ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. റാലിയിൽ നിരവധി പേർ പങ്കാളികളായി. തിരുവനന്തപുരം പ്ലാവൂരിൽ BJP പ്ലാവൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സദസ്സ് സംഘടിപ്പിച്ചു. BJP സംസ്ഥാന കൗൺസിൽ അംഗം സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PS സന്ധ്യ അധ്യക്ഷയായി. തൃശൂർ കൊടുങ്ങല്ലൂരിൽ ചേരമാൻ മഹല്ല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഉദ്ഘാടനം ചെയ്തു. ലഹരി കേസുകളിലെ ശിക്ഷാ നിയമത്തിൽ ഭേദഗതി വരുത്തണമെന്ന് യുവജന കൂട്ടായ്മ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇടുക്കി ബൈസൺ വാലി ചൊക്രമുടിയിൽ പട്ടയം റദ്ദാക്കിയ 13 ഏക്കർ 79 സെന്റ് ഭൂമി സർക്കാർ ഏറ്റെടുത്ത് ബോർഡ് സ്ഥാപിച്ചു. ഇതോടൊപ്പം 4 പട്ടയങ്ങളിലായുള്ള ഭൂമിയുടെ തണ്ടപ്പേരും റദ്ദാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ചൊക്രമുടിയിൽ റെഡ് സോണിൽ ഉൾപ്പെടുന്ന 14 ഏക്കർ 69 സെന്റ് ഭൂമിയിലെ അനധികൃത നിർമ്മാണം വിവാദമായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വെള്ളറടയിൽ ശബ്ദത്തോടെ പാറ വിണ്ടുകീറിയത് ജനങ്ങളിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഉഗ്രശബ്ദത്തോടും പുകയോടും പാറ തനിയെ വിണ്ടുകീറുകയായിരുന്നു. അപകടസ്ഥിതി കണക്കിലെടുത്ത നിവാസികളെ മാറ്റിപ്പാർപ്പിക്കാൻ നിർദ്ദേശം നൽകി. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ എറണാകുളം ജനറൽ ആശുപത്രി. സന്ധ്യയായാൽ ആശുപത്രി പരിസരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമാവുകയാണ്. ആശുപത്രിയിൽ പോലീസ് എയ്ഡ് പോസ്റ്റുകൾ അടക്കമുണ്ടെങ്കിലും പോലീസ് സേവനം കാര്യക്ഷമമാകുന്നില്ലെന്നാണ് പരാതി. ആലപ്പുഴ ചങ്ങനാശ്ശേരി എക്സൈസ് ഓഫീസിലേക്ക് ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മാഫിയ സംഘങ്ങളെ ഉന്മൂലനം ചെയ്യാൻ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ധർണ KPCC സെക്രട്ടറി PS രഘുറാം ഉദ്ഘാടനം ചെയ്തു. വർദ്ധിച്ചു
വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തിനെതിരെ കോഴിക്കോട് കാരശ്ശേരിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. കാരശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. മുക്കം എസ്ഐ അർഷിദ് PM ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് വനിതാ ബാങ്കിന് സമീപം സമാപിച്ചു. പന്തം കൊളുത്തിയുള്ള മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. എറണാകുളം കടൽ മണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എം മാർച്ച് 28-ന് ഡൽഹിയിൽ ധർണ നടത്തുമെന്ന് സംസ്ഥാന കോർഡിനേറ്റർ ബേബി മാത്യു കാവുങ്കലും സംസ്ഥാന പ്രസിഡന്റ് ജോസി P. തോമസും പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ധർണ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി ഉദ്ഘാടനം ചെയ്തു. മണലൂരിൽ ഭരണസമിതി യോഗം LDF അംഗങ്ങൾ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ച് ഓഫീസ് ഉപരോധിച്ചു. ഭരണസമിതി തീരുമാനത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ടിട്ടും നൽകാൻ തയ്യാറാകാത്തതിനാലാണ് അംഗങ്ങൾ പ്രതിഷേധിച്ചത്. സമരം പഞ്ചായത്ത് അംഗം രാകേഷ് കണിയം പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് ജോയിന്റ് കൗൺസിൽ മേഖലാ സമ്മേളനം നടന്നു. സമ്മേളനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം G. ബീന ഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ സർവീസിലെ ടൈപ്പിസ്റ്റ്, ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിൽ സ്ഥിരം നിയമനം നിർത്തലാക്കി കരാർ നിയമനത്തിന് വഴി തുറക്കാനുള്ള സംസ്ഥാന സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്ന് G. ബീന ഭദ്രൻ ആവശ്യപ്പെട്ടു. ഇടുക്കി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ ഹോസ്പിറ്റൽ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നിരണാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ജലം ശുചീകരണ പദ്ധതിയായ സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിട്ടും അധികൃതർ മൗനത്തിലെന്ന് പരാതി. പദ്ധതി തകരാറിലായതോടെ ആശുപത്രിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലിനജലമാണ് ഒഴുകുന്നത്. കോട്ടയം വെച്ചൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമപ്രഖ്യാപനവും ലഹരി ബോധവൽക്കരണ ശില്പശാലയും സംഘടിപ്പിച്ചു. മാലിന്യ സംസ്കരണം, ലഹരി ബോധവൽക്കരണം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് N. നാഗരേഷ് സമ്പൂർണ്ണ ശുചിത്വ പദവി പ്രഖ്യാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടകരയിൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിയിൽ പുതുതായി ചേർന്ന സന്നദ്ധ പ്രവർത്തകർക്കായി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. അന്തരിച്ച കാഥികനും നാടക പ്രവർത്തകനുമായ അയിലം ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിച്ച് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അയിലം ഉണ്ണികൃഷ്ണൻ കലാമേഖലയ്ക്ക് നൽകിയ സംഭാവന വളരെ വലുതാണെന്നും സമകാലിക കഥാപ്രസംഗ കലയുടെ ജനകീയ മുഖങ്ങളിൽ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം എക്കാലവും സ്മരിക്കപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം കോട്ടൂർ കപ്പുകാട് എലിഫന്റ് റീഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ച് PSC ചെയർമാൻമാരും സംഘവും. 19 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള PSC ചെയർമാൻമാരും മെമ്പേഴ്സ് ഓഫീസേഴ്സും അടങ്ങുന്ന സംഘമാണ് സന്ദർശിച്ചത്. കേരള PSCയുടെ ടെക്നോളജി മനസ്സിലാക്കാനായതാണ് സന്ദർശനം നടത്തിയത്. 19 സ്റ്റേറ്റുകളിൽ നിന്നായി ഏകദേശം 120ഓളം പേരാണ് കേരളത്തിലെത്തിയത്. കൊല്ലം ചവറ കൊറ്റംകുളങ്ങര ദേവീ ക്ഷേത്രത്തിലെ ചമയ വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായി ചമയ വിളക്കെടുത്ത് പുരുഷന്മാർ. മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളീയ വേഷത്തിൽ മാത്രമായിരുന്നു ഇത്തവണ വിളക്കെടുപ്പ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചമയ വിളക്ക് മഹോത്സവം ഇന്ന് അവസാനിക്കും. വാർദ്ധക്യം ആഘോഷമാക്കി ആലപ്പുഴ ചെങ്ങന്നൂരിലെ മുതിർന്ന പൗരന്മാരുടെ കൂട്ടായ്മ മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ യാത്ര ചെയ്താണ് ഫോറം അംഗങ്ങൾ പുതിയ യാത്രയുടെ ആശയം അവതരിപ്പിച്ചത്. സീനിയർ സിറ്റിസൺസ് ഫോർ ചെങ്ങന്നൂർ യൂണിറ്റിലെ 44 അംഗങ്ങളാണ് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നത്. വേനൽ ചൂടിൽ പക്ഷികൾക്കായി ഭക്ഷണ കിറ്റുകൾ തയ്യാറാക്കി തൃശൂർ മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകർ. പക്ഷികൾക്ക് നൽകാനായുള്ള കിറ്റുകൾ വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്തു. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിശ്രമവേളകളെ ഉചിതമായി പ്രയോജനപ്പെടുത്തുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആലപ്പുഴ ചേർത്തലയിൽ 100 മേനി വിളവ് കൊയ്ത് 2 പോലീസുകാർ. സഹോദരങ്ങളായ സ്നവ വിനേഷും വിനോദ് കുമാറുമാണ് ഡ്യൂട്ടിയിലേക്കിടയിലുള്ള ഇടവേളകൾ കൃഷിക്കായി മാറ്റിവെച്ചത്. നിർധന കുടുംബത്തിനായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ്, പ്ലംബിംഗ് ജോലികൾ സൗജന്യമായി ചെയ്തു നൽകിയ അടിമാലി ടെക്നിക്കൽ ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. മറയൂർ സ്വദേശിനിക്കായി നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ വയറിംഗ് ജോലികളാണ് ഇവർ ഏറ്റെടുത്ത് ചെയ്തത്. മച്ചിപ്ലാവിന് സമീപമാണ് സ്നേഹ വീട് ഒരുങ്ങുന്നത്. ഇടുക്കി മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ ഭക്ഷണം തേടിയെത്തിയ കാട്ടുകൊമ്പന്മാർക്ക് വെല്ലുവിളിയായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ.
പച്ചക്കറി അവശിഷ്ടങ്ങൾ ആനകൾ ഭക്ഷിക്കുന്നതിനോടൊപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അകത്താക്കുന്നു. ഇത്തരത്തിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഭക്ഷിക്കുന്നത് ഇവയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുമെന്നാണ് ആശങ്ക. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കൃഷി അറിവുകളും പകർന്നു നൽകി പാലക്കാട് കവുക്കോട് MMA LP സ്കൂൾ. സ്കൂളിലെ 20 സെന്റ് സ്ഥലത്ത് പപ്പായ കൃഷിയിൽ വിളവെടുപ്പ് നടത്തി മാതൃകയാവുകയാണ് വിദ്യാലയം. ഇവിടെ ഓരോ വർഷവും വ്യത്യസ്ത ഇനം പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്യാറുണ്ട്. തൃശൂർ മണലൂരിൽ ലോക ക്ഷയരോഗ ദിനാചരണത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ അധ്യക്ഷയായി. പാലക്കാട് പട്ടാമ്പിയിൽ വ്യവസായ സംരംഭങ്ങളുടെ പ്രോത്സാഹനം ലക്ഷ്യമിട്ട് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നതിന്റെ മുന്നോടിയായി സ്വാഗത സംഘ യോഗം ചേർന്നു. മുഹമ്മദ് മുഹ്സിൻ MLA നേതൃത്വത്തിലാണ് സ്വാഗത സംഘം ചേർന്നത്. 26-ന് നടക്കുന്ന യോഗം കേരളത്തിന്റെ വ്യവസായ മന്ത്രി രാജീവ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കല്ലേറ്റുംകരയിൽ ബാബാ സാഹിബ് അംബേദ്കർ വിശിഷ്ട സേവാ നാഷണൽ അവാർഡ് കരസ്ഥമാക്കിയ കല്ലേറ്റുംകര സ്വദേശി ഷാജു വാലപ്പനെ അനുമോദിച്ചു. മുൻ സർക്കാർ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ അനുമോദനവും ചടങ്ങ് ഉദ്ഘാടനവും ചെയ്തു. ഷാജുവിന്റെ 2024-ലെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവാർഡ് ലഭിച്ചത്. തിരുവനന്തപുരം കന്യാകുളങ്ങരയിൽ റംസാൻ റിലീഫും ചികിത്സാ സഹായ വിതരണവും നടത്തി. നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി അഡ്വക്കേറ്റ് ഹലീം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കന്യാകുളങ്ങര ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് കേരള ജേർണലിസ്റ്റ് യൂണിയൻ വെഞ്ഞാറമൂട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇഫ്താർ സംഗമം നടത്തി. സംഗമം വെഞ്ഞാറമൂട് ജുമാ മസ്ജിദ് ഇമാം നസറുദ്ദീൻ മന്നാനി ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് കെ മുഹമ്മദ് റാഫി അധ്യക്ഷനായി. മലപ്പുറം പുത്തനത്താണിയിൽ പെരുന്നാൾ കിറ്റുകൾ വിതരണം ചെയ്തു. KMCC കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിതരണം തിരൂർ നിയോജക മണ്ഡലം ലീഗ് പ്രസിഡന്റ് അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. കൽപ്പകഞ്ചേരി പഞ്ചായത്തിലെ 8-ാം വാർഡിലെയും സമീപ വാർഡുകളിലെയും കുടുംബങ്ങൾക്കായാണ് കിറ്റ് വിതരണം ചെയ്തത്. തൃശൂർ നെല്ലങ്കരയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെല്ലങ്കര കൂട്ടായ്മയുടെയും മാർ തിമോത്തിയോസ് ചാരിറ്റബിൾ ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിലായിരുന്നു ക്യാമ്പ്. തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധനയും മരുന്ന് വിതരണവും നടന്നു. അതിവേഗ വാർത്തകൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.